നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചാണ്. നമുക്കതിനൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം. ഒരുവനെപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇന്ന് ലോകം മുഴുവനും കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. സൺഡേ വർഷിപ്പോടുകൂടി ചേർന്ന് തന്നെ ഇന്ന് അപ്പം നുറുക്ക് കൂട്ടായ്മ നടത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം, ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിലാണോ ചെയ്യുന്നത്? ദൈവവചനം എന്തു പറയുന്നു? ദൈവവചനം അനുശാസിക്കുന്ന രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ കുറ്റക്കാരായി തീരുമോ? കാര്യം, പ്രധാനപ്പെട്ടൊരു വിഷയം മത്തായി 7 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകും. അപ്പോൾ ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മൾ ആ കൂട്ടരായി മാറുമോ? നമ്മളൊന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് വളരെ നാളുകളായി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വലിയ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു ഈ വിഷയം ഒന്ന് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നു. അത് മാത്രമല്ല, ഇത് അവസാനം വരെ ഒന്ന് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. സ്തോത്രം. വചനത്തിലേക്ക് വരാം. അവിടെ പറയുന്നു, ഒരുവനെപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും. അപ്പം ഒരുവനെപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു. അവിടെ കൂടി വന്നു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവ ഇഷ്ടം അവിടെ ചെയ്തു. എന്നാൽ തിരുവത്താഴം അവിടെ നടത്തിയില്ല. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കൊരു നാഥനുണ്ട്. എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോസ്തലന്മാർക്കൊരു നാഥനുണ്ടായിരുന്നു. ആ നാഥൻ കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ടുള്ള 3.5 വർഷത്തെ ഇടപെടലിൽ അവരോട് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരുന്നു. അന്ന് യേശു ഒരു മാതൃക അവർക്ക് കാണിച്ചു കൊടുത്തു. സന്ധ്യയാകുവാൻ വേണ്ടി കാത്തിരുന്നു. സന്ധ്യയായതിന് ശേഷം അവർ പെസഹായുടെ അപ്പം നുറുക്കി. ഇതവിടെ നടന്ന സംഭവങ്ങളാണ്. മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, യോഹന്നാൻ സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, 4 സുവിശേഷം വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. അത് അവർക്കൊരു മാതൃക കർത്താവ് കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ആ മാതൃക പ്രകാരം തന്നെയാണ് അവർ മുമ്പോട്ട് പോയത്. നമ്മളൊന്നും മനസ്സിലാക്കണം, ആ ശുശ്രൂഷയിലൊന്നും അപ്പോസ്തലനായ പൗലോസ് ഇല്ല. എങ്കിൽ പോലും അപ്പോസ്തലനായ പൗലോസ് പോലും ഈ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയത്. നമുക്കവിടെ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അനുസരണം കെട്ടവരായി മാറുകയാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണെന്ന് നാം അപ്പോസ്തലന്മാരോടാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കും. 1-ാം അധ്യായം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും ഞങ്ങളിത് നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. ഇത് നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കണവരെ. അപ്പം നമ്മൾ നമ്മുടെ തോന്നിവാസം കാണിച്ചാലോ? അതെങ്ങനെയാവും? അങ്ങനെ നമ്മുടെ തോന്നിവാസം കാണിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ മത്തായി 7:24 വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുമെന്ന് തീർത്തു പറയും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് എത്ര ആസന്നമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ വായിക്കാം. അവിടെ വ്യക്തമായിട്ട് പറയുന്നു, സ്തോത്രം, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരിൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു.
സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരു മനപ്പെട്ടു ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥവും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിനെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമുക്കൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം ഒന്ന് നോക്കാം. ആ പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നു. ഇപ്പോൾ അപ്പോസ്തലന്മാര് ആദിമ നൂറ്റാണ്ടിൽ 1-ാം ദിവസം ആ ദിവസങ്ങളിൽ ചെയ്തതുപോലെ അല്ല, പിന്നീട് വന്നപ്പോൾ അവർ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാക്കി. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ദിനം പ്രതി ദേവാലയത്തിൽ കൂടും. ഇപ്പോൾ ജനങ്ങൾ വന്നു കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നു കൂടി വന്നപ്പോൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമാക്കി. പലയിടങ്ങളിലും സഭകളായി. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു. പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരെ സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. സ്തോത്രം. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണു തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു. ഇതാണ് അവിടെ നടന്ന സംഭവം. ഇത് നമുക്ക് രണ്ടും തെളിവാണ്. ഈ തെളിവുകൾ നമുക്ക് വ്യക്തമായി കിടക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ അപ്പം നുറുക്ക് കൂട്ടായ്മ നമ്മൾ സഭായോഗത്തോടുകൂടി ചെയ്യുന്നു? ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ, ഇല്ലെങ്കിൽ അപ്പം നുറുക്ക് കൂട്ടായ്മ. കാരണം അതിന് നമ്മൾ വലിയ മഹത്വം കൊടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ചുള്ള കാര്യമാണ് അത് വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് കൊരിന്തി ലേഖനം 1 കൊരിന്തി 11-ാം അധ്യായം ഒന്ന് വായിക്കാം. 1 കൊരിന്തി 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം മുതൽ വായിക്കാൻ പോവുകയാണ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അപ്പോൾ തെളിവല്ലേ? യേശു കർത്താവ് എപ്പോഴാണ് അപ്പം എടുത്തത്? കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃകയാണ് അവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇത് പൗലോസ് അപ്പോസ്തലനെ ആര് പഠിപ്പിച്ചത്? ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ പഠിപ്പിച്ചത്? പൗലോസ് അപ്പോസ്തലൻ അത് കണ്ടിട്ടില്ലല്ലോ. മറ്റു തൻ്റെ ശിഷ്യന്മാരെല്ലാം കണ്ടു, കൂടെയുണ്ട്. പക്ഷെ ഇത് പൗലോസ് അപ്പോസ്തലൻ കണ്ടില്ല. ആ പൗലോസ് അപ്പോസ്തലൻ കൂടെ ഇല്ല അവിടെയെങ്കിലും. ആ പൗലോസ് അപ്പോസ്തലനാണ് ഇവിടെ ആത്മാവിൽ പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകും. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയ സഹോദരന്മാരെ, ഇത് നാം ഒരു സഭായോഗത്തിന് വരുമ്പോൾ ആരാധന സമയത്ത് ചെയ്യാനുള്ള കാര്യമല്ല. നമ്മൾ സഭായോഗത്തിന് ആരാധനയ്ക്കായി കടന്നു പോകുന്നത് നമ്മൾ ആരാധിച്ച് നമ്മൾ എപ്പോഴാണ് വീട്ടിലും മടങ്ങിപ്പോയതിന് ശേഷം ഇത് രാത്രിയാണ്. ഇതിൻ്റെ എന്തെന്നാ അതിൻ്റെ പേര്? തിരുവത്താഴം എന്നാണ് അതിൻ്റെ പേര്. തിരുവത്താഴം എന്നാണ് ഇതിൻ്റെ പേര്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താ? ലാസ്റ്റ് സഫർ എന്നാണ്. അപ്പോൾ ഇത് ലാസ്റ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും ആഹാരം കൂടെ കഴിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അവസാനമായിരിക്കണം ഇത്. എങ്കിലേ അത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തും. അല്ലാതെ ഉച്ച 12 മണിക്ക് എടുക്കുന്നതല്ല. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് ഇങ്ങനെ സ്വർഗത്തേക്ക് ഉയർത്തുമ്പോൾ കാണുന്നത് സൂര്യൻ മുകളിൽ നിൽക്കുക. അത് പോഷ്കാണല്ലേ? അത് പോഷ്കാണ്.
സൂര്യൻ ഉദിച്ച് നേരെ മുകളിൽ നിൽക്കുമ്പോൾ, നട്ടുച്ചയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളിവിടെ പറയുന്നു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞു എന്ന് പറയണത് തെറ്റല്ലേ? ഇനി അത് എടുക്കുന്നവരാരാണ്? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൗലോസപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇന്ന് പലരെയും പാപത്തിലേക്ക് വിടുകയാണ് നമ്മൾ. ഉച്ച 12 മണിക്ക് ആരാധനയോടുകൂടി നമ്മൾ ഈ തിരുവത്താഴം നടത്തുന്നത് കൊണ്ട് ഇന്നലെ രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കി വന്നവരും ഇതിൻ്റെ കൂടെ എടുത്തു പോവുകയാണ്. കാരണം എന്താ? എടുത്തില്ലെങ്കിൽ അവർ അപമാനിതരായി തീരുമെന്നുള്ള ആ ഉള്ളു ഭയം കൊണ്ട് എടുത്തു പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരുത്തൻ്റെ വെയിലി അങ്ങോട്ട് പൊളിച്ച് മാറ്റിക്കൊണ്ട് നമ്മുടെ വെയിലി അങ്ങോട്ട് കെട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ നമ്മുടെ സഭായോഗത്തിനുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ആ വ്യക്തിയും എടുത്തില്ലെങ്കിൽ കുറ്റക്കാരനായി മാറും. അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിയും കൂടെ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സഭായോഗം കഴിഞ്ഞ് ഈ തിരുവത്താഴ ശുശ്രൂഷ ഒന്ന് രാത്രിയേക്ക് മാറ്റിവെച്ചേ എല്ലാവരും വന്ന് പങ്കെടുക്കത്തില്ല. പ്രാഗൽഭ്യമുള്ളവർ മാത്രമേ വരത്തുള്ളൂ. വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. അവിടെ വ്യക്തമായിട്ട് പറയും. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഞാൻ ഈ നമ്മുടെ കേരളത്തിലെ പാസ്റ്റർമാരോട് പറയുകയാണ്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് കുറ്റമുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ കർത്താവ് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജനത്തെ നിങ്ങൾ വഞ്ചിക്കരുത്. ഈ ജനത്തെ നാശത്തിലേക്ക് വിടരുത്. നിങ്ങൾ ഈ സഭായോഗം കഴിഞ്ഞ് തിരുവത്താഴം എടുക്കുന്നുണ്ടെങ്കിൽ അത് രാത്രി എടുക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. അല്ലെങ്കിൽ അത് വലിയ പാപമായി വരും. ഈ വരുന്ന ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നവരായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നത്. അതുപോലെ പ്രത്യേകമായൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്ന് വന്ന് ബർത്ത്ഡേക്ക് കേക്കും വൈനും കൊടുക്കുന്ന രീതിയിലായി. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ്. അങ്ങനെയല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു അപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാകണം. എന്തിനാണ് ഒരു അപ്പം മേടിച്ചിട്ട് പിച്ച് ചീന്തണം? എന്തിനാണ്? അതെന്തുകൊണ്ടാണ്? ഒരു അപ്പത്തിൻ്റെ അംശികളാകണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാകണം. തൊട്ടടുത്ത് ക്യാൻസർ പിടിച്ച ഒരുത്തൻ കുടിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് തന്നെ ഇപ്പുറത്തിരിക്കണം മുതലാളി കുടിക്കണം. അതാണ് കറക്റ്റ്. അവിടെ ഒരു വ്യത്യാസവും വരുന്നില്ല. ഈ ഔൺസ് ക്ലാസ്സിൽ കൊടുക്കുന്നത് തിരുവത്താഴമല്ല കേട്ടോ. അത് അപ്പം നുറുക്ക് കൂട്ടായ്മയല്ല. അത് ബർത്ത്ഡേക്ക് കേക്കും വൈനും കൊടുക്കുന്നതായിട്ടേ കൂട്ടത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നമ്മൾ ദൈവരാജ്യ സുവിശേഷമാണ് ലോകത്തോട് പറയുന്നത്. എന്നിട്ട് നമ്മളിത് ഉച്ചപ്പകല് സൂര്യൻ ഉദിച്ച് നല്ല പ്രകാശത്തോട് നിൽക്കുന്ന സമയത്ത് നമ്മളിവിടെ അടുത്ത് പാനപാത്രം എടുത്തുകൊണ്ട് പറയുകയാണ്, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രം എടുത്തെന്ന് പറയുന്നു. പോഷ്കാണ്, ചെയ്യരുത്, തെറ്റാണ്. മനസ്സിലാക്കിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. അതാണ് പാപം. നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന തെറ്റാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പാപത്തിന് ഒരു യാഗവും ശേഷിക്കുന്നില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന പാപം, ആ മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിന് എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നി എന്നാണ് അവിടെ പറയുന്നത്. ക്രോധാഗ്നി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ പോകുവാനാണ് ഈ ജനങ്ങളോട് സുവിശേഷം അറിയിച്ചിട്ട് ആ സുവിശേഷം കേട്ട് വരുന്നവരെ
നമ്മൾ വചനം പഠിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ പോകാനാണ് അവരെ ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ദൈവരാജ്യ സുവിശേഷത്തിൽ പോകാനുള്ളവർ ഈ തിരുവത്താഴ ശുശ്രൂഷ ഏറ്റവും മഹത്വമേറിയ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയെ വില കുറച്ച് കാണരുത്. ഉച്ച 12 മണിക്ക് ചെയ്യാൻ പാടില്ല. അത് രാത്രിയാണ്. അതിൻ്റെ പേര് തിരുവത്താഴം എന്നാണ്. ആ തിരുവത്താഴം എന്നാണെങ്കിൽ അത് രാത്രി തന്നെ എടുക്കണം. അത് ഒരു കേക്കും വൈനും കൊടുക്കുന്നത് പോലെ കൊടുക്കരുത്. ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരായി തീരണം. അതെടുക്കുവാൻ പ്രാഗൽഭ്യമുള്ളവർ മാത്രം വന്നാൽ മതി. മറ്റു ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇടർച്ച ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പാടില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ അപ്പത്തിൻ്റെ അംശികളാകണം. അങ്ങനെ മാത്രം ഈ കാര്യം ചെയ്യാവുള്ളൂ. ഇതിന് വിരുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ മത്തായി 7 പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ മുമ്പിലിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവിനെന്ന് അന്നാളിൽ പറയും എന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കി ചെയ്യണം. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യരുത്. ജനങ്ങളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യരുത്. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ ഭരിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ ചെയ്യുന്ന കാലം വരും. അങ്ങനെ പാരുന്നവർ പോയിക്കോട്ടെ, അവരെ വേണ്ട അങ്ങനെ പോകുന്നവർ പോയിക്കോട്ടെ. പക്ഷേ ദൈവരാജ്യത്തിൽ ഒരു ചെറിയ ശേഷിപ്പ് പോകത്തുള്ളെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ ശേഷിപ്പിലേക്ക് നമ്മളും ആ ശേഷിപ്പിനോടുകൂടിയാണ് നമ്മൾ വരേണ്ടത്. ആ ശേഷിപ്പ് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിക്കുന്നവരാണ് ആ ശേഷിപ്പിലുള്ളത്. അതുകൊണ്ട് ഈ പ്രമാണം അതേപോലെ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണിത്. യേശു കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃകയാണിത്. യേശു കർത്താവ് കാണിച്ചു കൊടുത്ത മാതൃക പരിശുദ്ധാത്മാവെന്ന് വീണ്ടും അവരെ ഓർപ്പിച്ചതാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വിരുദ്ധമായി ചെയ്താൽ നമ്മൾ വെളിയിലാണ്, പുറത്താണ്. അങ്ങനെ പുറത്താകാതിരിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആ ഒരു സന്തോഷവും ആ ജനങ്ങളോടുള്ള ആ ഒരു ആത്മഭാരവും കൂടിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ എളിയവൻ്റെ വാക്ക് നിങ്ങൾ സദയം ഒന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.